യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയെ പിടിച്ചുലച്ചിരിക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട്, അതായത് സ്ത്രീകൾക്ക് എതിരെ വിവേചനവും സ്ത്രീകളെ പീഡിപ്പിക്കുന്നതും ലൈംഗികമായ ചൂഷണവും അവർക്ക് മതിയായ വേതനം അല്ലെങ്കിൽ തുല്യ വേതനം ലഭിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് സംഘടനയിൽ പോലും അമ്മയിൽ പോലും പ്രാതിനിധ്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിൽ വന്നത് എന്ന് പറയുന്നത് 4.5 വർഷത്തിന് മുമ്പ് കൊടുത്ത ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ രൂപീകരിച്ചത് തന്നെ ദിലീപ് പ്രതിയായിട്ട് വന്ന ഒരു നടിയെ, അതിജീവിതയെ പീഡിപ്പിക്കപ്പെട്ട, ലൈംഗികമായി പോലും പീഡിപ്പിക്കപ്പെട്ട വലിയൊരു കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഹേമ കമ്മിറ്റി സർക്കാർ രൂപീകരിക്കുവാൻ നിർബന്ധിതത. അന്ന് നമ്മുടെ സംസ്ഥാനത്ത് അന്നത്തെ സിനിമാ സാംസ്കാരിക വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ശ്രീമാൻ AK ബാലനായിരുന്നു. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് യഥാർത്ഥത്തിൽ കൊടുത്തത് ശ്രീമാൻ AK ബാലൻ്റെ അടുത്തായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്താണ് കൊടുത്തിരുന്നത്. അദ്ദേഹത്തിന് അന്നത് കൊടുത്തിട്ടും ഇപ്പോൾ സജി ചെറിയാൻ സാംസ്കാരിക സിനിമ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴും 4.5 വർഷം വരെ ഇത് പിടിച്ചു വച്ചിരുന്നത് ആർക്കു വേണ്ടി എന്നുള്ള ഒരു വലിയ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നു. ഇതിന് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സിനിമയും സർക്കാരും സിനിമാ ലോകവും അല്ലെങ്കിൽ പുരുഷ കേന്ദ്രീകൃതമായ സിനിമാ ലോകവും മമ്മൂട്ടിയും മോഹൻലാലും അടങ്ങിയ, അല്ലെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ, സിദ്ദിഖ്, ബാബുരാജ്, ഇടവേള ബാബു തുടങ്ങിയ നിരവധി പേര്, അവരെല്ലാം സീനിയർ ആർട്ടിസ്റ്റുകളാണ്. എല്ലാവരും തന്നെ ഇപ്പോൾ സിദ്ദിഖിനെ സംബന്ധിച്ച് സിദ്ദിഖിനെതിരെയും മുകേഷിനെതിരെയൊക്കെ ആക്ഷേപം വന്നിരിക്കുന്നു. ലൈംഗിക പീഡനത്തിനുള്ള ആക്ഷേപമാണ് വന്നിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ രാഷ്ട്രീയക്കാരും കൂടെയാണ് എന്നുള്ളതാണ് മനസ്സിലായി. ഇവരുടെ എല്ലാം തന്നെ രാഷ്ട്രീയ ചായ്വ് ഇടതുപക്ഷത്തോടു കൂടിയാണ്. അപ്പോൾ ഈ ഇടതുപക്ഷ സർക്കാർ ആ ഒരു താല്പര്യം വെച്ചുകൊണ്ട് ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇതുവരെ പൂഴ്ത്തി വെച്ചിരുന്നു എന്നുകൂടെ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സിദ്ദിഖും മുകേഷും എന്നൊക്കെ പറഞ്ഞാൽ 40 വർഷത്തിൽ കൂടുതലായിട്ട് മലയാള സിനിമയിൽ തെളിഞ്ഞു നിൽക്കുന്ന നായകന്മാരാണ്. അല്ലെങ്കിൽ അവർ വളരെ സ്ക്രീൻ പ്രസൻസോടുകൂടി നിൽക്കുന്ന 2 നടന്മാരാണ് അവർ. അതുകൂടാതെ ബാബുരാജും അദ്ദേഹം അതുപോലെ തന്നെ അവരുടെ സിനിമാക്കാരുടെ ഇടയിലൊരു നിയമജ്ഞൻ കൂടെയാണെന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ അദ്ദേഹം എത്രത്തോളം പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് നമുക്കറിയില്ല. എങ്കിൽ പോലും അദ്ദേഹം അറിയപ്പെടുന്നൊരു നടനാണ്. അപ്പോൾ അതുകൂടാതെ ഇടവേള ബാബു, ഇവരെല്ലാം തന്നെ പ്രതികളാകുന്നു. ഇവരെല്ലാം തന്നെ ഒരു കാലത്ത് 7 വർഷത്തിന് മുമ്പ് ഈ അതിജീവിതയ്ക്കെതിരെ ഉണ്ടായ അതിക്രമത്തിനെ ന്യായീകരിച്ചവരാണ്. അതൊരിക്കലും ഇന്നും സമ്മതിക്കാത്തവരാണ്. സിദ്ദിഖിനെ കഴിഞ്ഞ ആഴ്ച പോലും സിദ്ദിഖ് ഈ പറഞ്ഞ ദിലീപിനെതിരെയുള്ള ആക്ഷേപം, ദിലീപ് പ്രതിയായ ഈ കേസിനെ പോലും കഴിഞ്ഞ ആഴ്ചയിൽ പോലും സിദ്ദിഖ് പറഞ്ഞിരുന്നു. അത് അങ്ങനെ അദ്ദേഹം വിശ്വസിക്കുന്നില്ല. ദിലീപ് അങ്ങനെ അത്തരത്തിലൊരു ക്രൂരത ചെയ്യാൻ മുതിരും എന്ന് വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾ, അദ്ദേഹം ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിനെതിരെയും ഇപ്പോൾ ലൈംഗിക പീഡനത്തിന് പരാതി വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നമ്മളിത് പറയുമ്പോൾ ഇതിനകത്ത് യഥാർത്ഥത്തിൽ സർക്കാരിന് എന്താണ് താല്പര്യം, ഇടതുപക്ഷ സർക്കാരിന് എന്താണ് താല്പര്യം? അപ്പോൾ ഈ സിനിമയിലെ എല്ലാവരും തന്നെ നമുക്കറിയാം, മമ്മൂട്ടി യഥാർത്ഥത്തിൽ അറിയപ്പെടുന്നൊരു സഖാവാണ്, ഒരു CPM താല്പര്യമുള്ള ഒരു നായകനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ താല്പര്യം കൂടെ സർക്കാരിനെ സ്വാധീനിച്ചിട്ടുണ്ടാകും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഈ 4.5 വർഷമായിട്ട് വെളിച്ചം കാണാതെ പൂഴ്ത്തി വെച്ചതിന് പിന്നിൽ. ഇപ്പോൾ ഈ സിനിമാ ലോകത്ത് ഇപ്പോൾ പിടിച്ചുലച്ചിരിക്കുന്ന ഈ ലൈംഗിക അപവാദ കേസുകളെല്ലാം തന്നെ മലയാള സിനിമയെ പിടിച്ചുലച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ എല്ലാവരും തന്നെ പ്രതീക്ഷിക്കുന്ന മറ്റൊരു പ്രതികരണം ശ്രീ സുരേഷ് ഗോപി MP അല്ലെങ്കിൽ ശ്രീ സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രിയിൽ നിന്നാണ്. കാരണം അദ്ദേഹം ഈ സിനിമാ ലോകത്ത് ഇന്നും സജീവമാണ്. കാരണം അദ്ദേഹത്തിന് എപ്പോഴും അദ്ദേഹം MP ആയി തിരഞ്ഞെടുക്കപ്പെട്ട അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം MP ആയി പ്രവർത്തിക്കുന്നതിലുപരി ഇനി മന്ത്രിയായാൽ പോലും, മന്ത്രി ആയി കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് സിനിമാ ലോകം വിട്ടുള്ള ഒരു ജീവിതം ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഇപ്പോൾ 10-28 സിനിമയിൽ അദ്ദേഹം എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്തരം എഗ്രിമെൻ്റ് എല്ലാം കയ്യിൽ വെച്ചിട്ട് ഇരിക്കത്തേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ അദ്ദേഹത്തോട് പ്രതികരിച്ചിരിക്കുന്നത്. ഇദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചപ്പോൾ അതൊക്കെ എടുത്ത് അത്തരം താല്പര്യങ്ങളൊന്നും എൻകറേജ് ചെയ്യുന്നൊരു സമീപനം ആഭ്യന്തര വകുപ്പ് മന്ത്രിയിൽ നിന്നുണ്ടായിട്ടില്ല. അദ്ദേഹം സഹമന്ത്രിയായി തുടരുകയും ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ അദ്ദേഹം ഇനിയും സിനിമയിൽ അഭിനയിക്കും എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ കേന്ദ്ര സർക്കാർ അനുവാദം കൊടുത്തിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് പറയാനുള്ള പ്രധാന കാരണം, ഇന്നലെ അദ്ദേഹം രാമനിലയത്തിൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ ലൈംഗിക അപവാദത്തിൻ്റെ പ്രശ്നങ്ങൾ പശ്ചാത്തലത്തിൽ ചെന്ന്, അത് പ്രത്യേകിച്ച് മുകേഷിനെതിരെയും സിദ്ദിഖിനെതിരെയും ഉണ്ടായ ആരോപണങ്ങൾക്കെതിരെ ഉള്ള പ്രതികരണം തേടിയപ്പോൾ മാധ്യമപ്രവർത്തകരുടെ മൈക്ക് തട്ടി അകറ്റുന്നു, അവരോട് ക്ഷുഭിതനാകുന്നു. അദ്ദേഹം അതും ഒരു വലിയൊരു നാട്യമായിട്ട് എടുക്കുകയാണ്. അദ്ദേഹം അതിനെയും ഒരു അഭിനയമായിട്ട് എടുക്കുന്നു.
നിങ്ങളൊക്കെ ഭക്ഷിക്കുന്നത്, അത് മാധ്യമപ്രവർത്തകരൊക്കെ ഭക്ഷിക്കുന്നത് സിനിമാ ലോകത്ത് ഇത്തരത്തിലുള്ള ഗോസിപ്പുകൾ യാഥാർത്ഥ്യമായി എന്നുള്ളതിനെ പ്രചരിപ്പിച്ചുകൊണ്ടാണ് നിങ്ങളുടെ അന്നം തേടുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അദ്ദേഹം ക്ഷുഭിതനായി പറയുന്നു. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയക്കാരനായി മാറിയത് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആസ്പിറേഷൻ കൊണ്ടാണ്, ഒരു ദീർഘകാലത്തെ ഒരു ആഗ്രഹത്തിൻ്റെ സാഫല്യമായിട്ടാണ് അദ്ദേഹം MP ആയതെന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിന് വോട്ട് കൊടുത്ത ജനം ദുഃഖിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അദ്ദേഹം ഈ തിരഞ്ഞെടുക്കപ്പെട്ട ഈ 3 മാസത്തിനുള്ളിൽ പോലും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളെല്ലാം തന്നെ അമ്പേ പാളിയതാണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയക്കാരനായി തുടരുവാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹം വീണ്ടും വീണ്ടും ഇന്നലത്തെ ഈ പ്രശ്നങ്ങളോടുകൂടി, ഈ സിനിമാ ലോകത്തുണ്ടായിരിക്കുന്ന ഈ പ്രശ്നത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം പോലും അദ്ദേഹത്തിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ പറ്റില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് അദ്ദേഹം വീണ്ടും വിളിച്ചു പറയുന്നത്. അദ്ദേഹം സിനിമാ ലോകത്തെ അല്ലെങ്കിൽ ഈ അമ്മയെ ന്യായീകരിക്കുവാൻ വേണ്ടി അദ്ദേഹം തീരുമാനിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെയും നേരത്തെ ഈ പറഞ്ഞ രീതിയിലൊരു അപമര്യാദയെ ഒരു സ്ത്രീയോട്, ഒരു വനിത മാധ്യമപ്രവർത്തകയോട് പെരുമാറി എന്നുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും ഈ പറഞ്ഞ ഇരകൾക്ക് ഒപ്പം നിൽക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള പുരുഷ മേധാവിത്വത്തിന് കൂടെയാണ്, അമ്മയുടെ നേതൃത്വത്തിനൊപ്പമാണ് എന്നുള്ളതാണ് തെളിയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ നമ്മൾ സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതികരിച്ചത്. നമ്മൾ സുരേഷ് ഗോപി അത് പറയുമ്പോൾ തന്നെയും യഥാർത്ഥത്തിൽ ഇവിടെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ നിഷേധിച്ചിരിക്കുന്നു. അദ്ദേഹം അത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം സിനിമാ നടൻ എന്നുള്ള നിലയ്ക്കാണ്, അദ്ദേഹം രാഷ്ട്രീയമായിട്ട് അദ്ദേഹത്തിന് പറയാനത് കഴിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയക്കാരനാകാൻ, ഒരു പൂർണ്ണ സമയ രാഷ്ട്രീയക്കാരനാകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഇര പിടിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരുഷ മേധാവിത്വമുള്ള അമ്മയുടെ ഒപ്പമാണ് അദ്ദേഹം എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു.